നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കലികാല കുലദൈവമായി ഉപാസിക്കപ്പെടുന്ന മൂർത്തിയാണ് മുരുകൻ. ആ മുരുക സങ്കല്പത്തിൽ, ആ മുരുക യുഗത്തിൽ വിവിധ സംഗമങ്ങൾ കണ്ട അനന്തപുരിയുടെ മണ്ണിലേക്ക് ഒരു അന്താരാഷ്ട്ര മുരുക ഭക്ത സംഗമം കൂടി വരുന്നു. ജനുവരി 16, 17, 18 തീയതികളിലാണ് ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ ഒരു വലിയ മുരുക ഭക്തജന സംഗമം അരങ്ങേറാൻ പോകുന്നത്. ലയൺ മയൂഖ റോയൽ കിങ്ഡം എന്ന LMRK രൂപീകരിച്ച് മുരുക ഭക്തി നാടെങ്ങും ലോകമെങ്ങും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീമാൻ അനുഗ്രഹീതനായ മുരുകൻ്റെ അനുഗ്രഹം സിദ്ധിച്ച ഒരു താപസൻ എന്ന് തന്നെ പറയാം നമുക്ക്. അങ്ങനെയുള്ളൊരു മഹത് വ്യക്തി, ഒരു പുണ്യപുമാൻ രജത് കുമാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ മഹാസംഗമം നടക്കുന്നത്. ആ സംഗമത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം അനന്തപുരിയിൽ ഒരു മുരുക പൂജയും ധ്യാനവും ഒക്കെ നടന്നു. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഭാരത് ലൈവിൻ്റെ പ്രേക്ഷകർക്ക് സ്വാഗതം. നടക്കുന്ന LMRK ക്യാപ്റ്റൻ ശ്രീ രജിത് ജിയുടെ മുരുക പൂജയും ലൈറ്റ് ബോഡി ആക്ടിവേഷനും നടക്കുമ്പോൾ ഇത് ഒരു പുണ്യ നിമിഷമായി മാറുന്നു. വന്ദേ മയൂരം ആൽബത്തിൻ്റെ നിർമ്മാതാവായ ഡോക്ടർ ശിവപ്രസാദ് പിള്ള ആറ്റുകാൽ രജിത് ജിക്ക് ഒരു ഉപഹാരം നൽകുന്നു. ജയ് പഴഞ്ഞേട. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേർന്നതിൽ. ഇവിടെയും എൻ്റെയും എല്ലാ ധാർമ്മിക പിന്തുണയും നിങ്ങൾക്കുണ്ടാവും. കാരണം
മുരുകഭഗവാനൊരു സമ്മേളനം നടക്കുമ്പോൾ മുരുകഭക്തരായ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. കാരണം ഞങ്ങൾ മുരുക പടയാളികളാണ്. ആ എനർജി സ്വീകരിച്ച് വന്ന് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രസ്ഥാനത്തിന്, ഈ സംരംഭത്തിന് എല്ലാ ധാർമ്മിക പിന്തുണയും തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഇവിടെ ഒരു വേൽപൂജ വെക്കാം, മുരുകനെ പ്രാർത്ഥിക്കാം, മുരുക പൂജ വെക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഒക്ടോബർ 12 നമ്മുടെ മയൂരം 2 പ്രോഗ്രാം LMRKയുടെ നടത്തുകയാണ് ഗുരുവായൂർ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അതുവരെ അതിന്റെ തിരക്കിലായിരിക്കും. അതിനു മുമ്പ് അർമേനിയ യാത്രയുണ്ട്, തായ്വാൻ യാത്രയുണ്ട്. അതായത് ഒക്ടോബർ 12 പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 12 മയൂരം പ്രോഗ്രാം അതിഗംഭീരമായി നടന്നു. ഭഗവാന്റെ അനുഗ്രഹത്തിൽ അവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിഗംഭീരമായി കേരളത്തിലെ എല്ലാവരും ശ്രദ്ധിച്ച അതിമനോഹരമായ ഒരു പരിപാടിയായിട്ട് മയൂരം 2 പ്രോഗ്രാം ഭഗവാന്റെ അനുഗ്രഹത്താൽ നടന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എത്തിച്ചേരുകയാണ്. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഇന്ന് മുരുക പൂജ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം കൂടി ചെയ്യാം, എന്തായാലും എല്ലാവരും വരുന്നുണ്ട്, അപ്പൊ നമുക്കൊരു ലൈറ്റ് ബോഡി മെഡിറ്റേഷനും കൂടി ചെയ്യാം, അതും കൂടി ഭഗവാന്റെ അനുഗ്രഹത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ മുമ്പിൽ ഭഗവാന്റെ ഒരു അടിയാറായിട്ട് നിൽക്കുന്നത്. മുരുക യുഗം 2013 ഞാൻ ആദ്യമായിട്ട് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മുരുക യുഗത്തിനെ കുറിച്ച്. ഇന്ന് 12 വർഷത്തിന് ശേഷം ഒരുപാട് ആൾക്കാരെ വാക്ക് ഉപയോഗിച്ച് തുടങ്ങി. എന്തുകൊണ്ട്? എല്ലാവരും കണ്ടറിഞ്ഞു തുടങ്ങി ഭഗവാന്റെ ശക്തി, ആ അനുഗ്രഹം, അതിന്റെ സാന്നിധ്യം, ആ ഊർജ പ്രവാഹം അതെങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ രാജ്യത്തിലും നയിക്കണമെന്ന് ആൾക്കാർക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇപ്പൊ എല്ലാവരും മുരുകഭഗവാനെ കുറിച്ചും മുരുകയുഗത്തെ കുറിച്ചും സംസാരിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ കാണാം, ഒരുപാട് ആൾക്കാര് മുരുകയുഗത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ മുരുക ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ സ്കന്ദപുരാണ മഹായജ്ഞം നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഇവിടെ തിരുവനന്തപുരത്ത് ഉള്ളൂര് നടന്നിരുന്നു. എന്നെ വിളിച്ചിരുന്നു ഹരീഷ്. എനിക്ക് വരാൻ പറ്റിയില്ല. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് എന്നാണ് വിചാരിക്കുന്നത്. എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നമസ്കാരം ഇത് കഴിഞ്ഞാൽ കാണാം. അപ്പോ അദ്ദേഹം വിളിച്ചെനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച സത് ഹരിദാസൻ പാലക്കാട് നടത്തണ സ്കന്ദപുരാണത്തിൽ ഒരു അതിഥിയായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റി, ഭാഗ്യം കിട്ടി. അപ്പൊ കേരളത്തിൽ ഉടനീളം അത്തരം പ്രോഗ്രാമുകള് തുടർച്ചയായി നടക്കുന്നു. അതിലൊരു എനർജി പ്രവാഹം കേരളം ഉടനീളം വ്യാപിക്കുന്നു. ഒരു പുതിയ വേവ്, തരംഗം, മുരുക ഭക്തരുടെ ഒരു തരംഗം കേരളത്തിൽ ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര മുരുക സമ്മേളനം വരാൻ പോകുന്നു. അപ്പോ നമ്മളെല്ലാവരും തൊട്ടറിയുന്ന സത്യം മുരുക ഭഗവാൻ ദേവസേനാപതി, അതിന്റെ ഭാഗമായി നിന്ന് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് LMRK. ഭക്തിനെ ദേശീയതയുമായി ബന്ധപ്പെടുത്തിയ ആദ്യത്തെ സംഘടന. ഇപ്പൊ ഒരുപാട് പേര് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും നല്ല കാര്യങ്ങളാണ്. അത്തരം ഒരു സംസ്കാരം തന്നെയാണ് നമുക്ക് വരേണ്ടത്. ഭാരതീയതയായിട്ട് ബന്ധപ്പെടുത്തിയതാണ് നമ്മുടെ ഭക്തിനെ കാണാൻ കഴിയുള്ളൂ. കാരണം നമ്മളെ നയിച്ച സുമേറിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും തകർന്നു തരിപ്പണമായപ്പോഴും നൂറ്റാണ്ടുകൾക്ക് ഇപ്പോഴും ഒരു സംസ്കാരമായി ലോകത്തിന് മുമ്പിൽ തലയുറുക്കുന്ന ഭാരത സംസ്കാരത്തിന്റെ പതാകവാഹകരായി നിന്ന് നമ്മുടെ മുൻ തലമുറകൾ സിദ്ധന്മാരും യോഗീശ്വരന്മാരും കാണിച്ചു തന്ന് അവർ അടിത്തറയിട്ട ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ ആത്മാഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി, ആധികാരികതയോടുകൂടി നമുക്ക് ലോകത്തിലോട് പറയാൻ സാധിക്കണം, നമ്മളെ ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരത്തിന്റെ പ്രതിനിധികളാണ്. അതിന് ശക്തിയും ഊർജവും ഭഗവാന്റെ സഹായത്താൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. എവിടെയും തല കുനിയുന്ന ഒരാൾക്കാരാവരുത് ഭാരതീയര്. ലോകം മുഴുവൻ നയിക്കാൻ കഴിയുന്ന ഒരു ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ലോകത്തെ ഏത് വലിയ രാജ്യങ്ങളും കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തിയാൽ അതിന് പുല്ല് വില കൊടുക്കാത്ത ഒരു ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു ചങ്കൂറ്റും അതിന്റെ ഒരു നിശ്ചയദാർഢ്യവും നമ്മൾ ഓരോ പൗരന്മാരിലും ഉണ്ടാവണം. അത് ദേവസേനാപതിയുടെ പ്രതിനിധികളായി അവരുടെ മുരുകസേനയായി നിന്നുകൊണ്ട് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യത്തിലൂടെ നമുക്കത് നടപ്പിലാക്കാം.
ഇന്ന് ഇവിടെ മുരുക പൂജ തുടങ്ങുകയാണ്. 13-14 മിനിറ്റ് ഉണ്ടാവും ആ സമയം. അത് കഴിഞ്ഞാൽ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഒരു 15 മിനിറ്റ് ഉണ്ടാവും. ഏകദേശം ഒരു അരമണിക്കൂർ 35 മിനിറ്റിന്റെ പ്രോഗ്രാമാണ് ഇത്. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മളത് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് കാലത്ത് എനിക്ക് 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. തത്തമ്മ TV-യിൽ ഉണ്ടായിരുന്നു, അതിനുശേഷം ജനൻ TV-യിൽ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഞാൻ ഈ കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത്. നമ്മുടെ ഭക്തി ദേശീയതയായിട്ട് ബന്ധപ്പെടുത്തിയതാണ്. അതൊരു മുരുക ഭഗവാൻ എന്ന ദേവസേനാപതിയുടെ ഊർജം വഹിച്ചുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി അതിൻ്റെ ഒരു തരംഗം, അതിൻ്റെ ഒരു ശക്തി ആർജിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ മുരുക പൂജയിലേക്ക് കിടക്കുകയാണ്. ആദ്യം നമ്മുടെ മുരുക പൂജയാണ്. നമ്മൾ ഫ്ലവർ കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യിൽ ഓരോ ഫ്ലവർ തരും. ആ ഫ്ലവർ നിങ്ങളുടെ കയ്യിൽ വെച്ച് നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിൽ, അത് ജോലിയാവാം, സാമ്പത്തികമാവാം, കുടുംബപരമായ കാര്യങ്ങളാവാം, ബിസിനസ് ആവാം, എന്താവട്ടെ, നിങ്ങൾ ആ മെറ്റീരിയൽ ലൈഫിൽ ഭഗവാന് മുമ്പിൽ പോലെ വെച്ച് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് ഇവരെല്ലാം അത് സ്വീകരിച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ മേടിച്ച് ഭഗവാന്റെ മുമ്പിൽ ഞാൻ അർപ്പിക്കാൻ പോവാണ്. ആ അർപ്പിക്കുന്ന നേരത്തെ ഏറ്റവും തീവ്രതയോടുകൂടി നിങ്ങളുടെ ഭഗവാനെ പ്രാർത്ഥിക്കുക, പഴനിയാണ്ടവനെ പ്രാർത്ഥിക്കുക, മുരുകവനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ ഏറ്റവും ശക്തമായ അനുഗ്രഹം കിട്ടത്തില്ലെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്, ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി. അപ്പൊ അതിനെല്ലാവരും തയ്യാറാവുക. അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്. എൻ്റെ പ്രാർത്ഥനകൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനകൾ ഭഗവാന്റെ പാദത്തിൽ പോയി ചേരട്ടെ. ആ പ്രാർത്ഥനകൾ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഞാനത് സമർപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഭഗവാന്റെ പാദത്തിൽ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തലോടലായിട്ട് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം നടത്തിയ ഈ പൂജയിൽ നിങ്ങളുടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എപ്പോഴും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് ലൈറ്റ് ബോഡി മെഡിറ്റേഷനിലേക്കാണ്. ലൈറ്റ് ബോഡി ഇപ്പൊ നമ്മൾ ഈ മുരുക പൂജ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചെയ്ത് നമ്മുടെ മെറ്റീരിയൽ ലൈഫിലാണെങ്കിൽ, നമ്മുടെ ലൈറ്റ് ബോഡി ചെയ്യുന്നത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഉയർച്ചയ്ക്കാണ്. നമ്മുടെ സ്പിരിച്വാലിറ്റി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ആദ്യം എനിക്ക് അറിയേണ്ടത് ഇവിടെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്ത എത്ര പേരുണ്ട് എന്നാണ്. ഒന്ന് കൈപൊന്തിക്കുവോ? ഒരുപാട് പേരുണ്ട്. ഏകദേശം 90% ആൾക്കാരും പങ്കെടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിന്റെ അനുഭൂതി എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം നമ്മുടെ ആത്മാവിനെ നമ്മൾ ഈ യൂണിവേഴ്സിലേക്ക് സ്വതന്ത്രമായിട്ട് വിടുക. ആത്മാവ് അതിന്റെ എനർജിയോടൊപ്പം യൂണിവേഴ്സൽ എനർജിയോടെ സഞ്ചരിക്കട്ടെ. താവമതത്തിലെ ലാവോസ് സ്ഥാപിച്ച താവമതത്തിൽ ഒരു വരിയുണ്ട്, നമ്മുടെ ജീവിതം എങ്ങനെയാവണം എന്നുള്ളത്. ഒരു മരത്തിൽ നിന്ന് ഞെട്ടേറ്റ് വീഴുന്ന ഇല പോലെ ആവണം ഒരാളുടെ ജീവിതം എന്ന്. അതായത് ഒരു ഞെട്ടേറ്റ് വീഴുന്ന ഒരു ഇലയ്ക്ക് ഒരു താളമുണ്ട്, താളക്രമമുണ്ട്, അതിനൊരു മനോഹാരിതയുണ്ട്. അതിങ്ങനെ മനോഹരമായി ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്യും. അതേമാതിരി ആവണം നമ്മുടെ ജീവിതം. നമ്മുടെ ഈ യൂണിവേഴ്സൽ എനർജിയിലേക്ക് മനോഹരമായിട്ട് ലാൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിത, അതിന്റെ സുഖം, അതിന്റെ അനുഭൂതി അനുഭവിച്ചറിയാൻ പറ്റും.
അത്ര ഒരു അനുഭൂതി നമ്മൾ ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ മുരുക ഭഗവാന്റെയും വല്ലലാർ സിദ്ധരുടെയും അനുഗ്രഹത്തോടു കൂടിയാണ് ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എപ്പോഴും ചെയ്യുന്നത്. വല്ലലാർ സിദ്ധര് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് ബോഡിയിലേക്ക് മാറി സമാധി ആയ ഒരാളാണ്. അങ്ങനെയുള്ള സമാധി വളരെ വളരെ അപൂർവമാണ്. നമ്മൾ ഇവിടെയും ചെയ്യുന്നത് നമ്മുടെ ആത്മാവിനെ ആ ജ്യോതി രൂപത്തിൽ, ജ്യോതി എന്ന് പറഞ്ഞാൽ എനർജി, ദൈവം എന്ന് പറഞ്ഞാൽ എനർജി, പ്യൂരിഫൈഡ് എനർജി. അപ്പൊ നമ്മുടെ റോ മെറ്റീരിയലിൽ നിന്ന് ഉത്ഭവിച്ച നമ്മുടെ ആത്മാവിനെ പ്യൂരിഫൈ എനർജി ആയ ഗോഡിൽ മെർജ് ചെയ്യുക. അതാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശിവപാദത്തിൽ ചേർന്നു, വിഷ്ണുപാദത്തിൽ ചേർന്നു, ശിവലോകത്തിലെത്തി എന്നൊക്കെ പറയുന്നത്. അതിന് സഹായിക്കുന്ന മുരുകവാന്റെയും വല്ലലാർ സിദ്ധരുടെയും സഹായത്താൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ എല്ലാം ആത്മാവിനെ, നമ്മുടെ എല്ലാം ആ എനർജീനെ, നമ്മുടെ എല്ലാം ആ സ്പിരിച്വാലിറ്റീനെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ള അതിന് സഹായകമാവാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ ജ്യോതി, ഈ വിളക്കിൽ ജ്യോതി കൊളുത്തും. നമ്മൾ ഒരു പാട്ട്, ഒരു വല്ലലാർ സിദ്ധരുടെ ഒരു മ്യൂസിക് വെക്കും. നിങ്ങളെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ കെട്ടുപാടുകളെയും നമ്മൾ ഈ 15 മിനിറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. നമുക്കുണ്ടാവുന്ന ഓരോ വിഷയങ്ങളും, നമ്മുടെ ഓഫീസിലായാലും കുടുംബത്തിലായാലും വ്യക്തിപരമായാലും എല്ലാം നമ്മൾ ഈ 15 മിനിറ്റേക്ക് ഒഴിവാക്കി നമ്മുടെ ആത്മാവിനെ തുറന്നു വിടുകയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക്. നമ്മൾ ആ ആത്മാവ് അങ്ങനെ യാത്ര ചെയ്യട്ടെ. ആ യാത്രയിൽ നിങ്ങൾ കിട്ടുന്ന അനുഭൂതി, അതാണ് ഈ മെഡിറ്റേഷന്റെ ഗുണം. ഭഗവാൻ സഹായിച്ച്, വല്ലലാർ സിദ്ധർ സഹായിച്ച്, മുരുകൻ സഹായിച്ച്, വല്ലലാർ സിദ്ധർ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ആ അനുഭൂതി നുകരാൻ കഴിയട്ടെ. അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ്. അരുൾ പെരുഞ്ചോതി, അരുൾ പെരുഞ്ചോതി.
ഹിന്ദു ധർമ്മ പരിഷത്ത് ഗോപാൽജിക്കും അരുണിനും ടീം അംഗങ്ങൾക്കും എന്നെ ഇവിടെ ഗസ്റ്റായിട്ട് വിളിച്ചതിന് ഇവിടെ എല്ലാം നിങ്ങളിലേക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ.